ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. സ്വാഗതം. ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ 10 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. 40ഓളം കുട്ടികളെ രക്ഷപ്പെടുത്തി. ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മിഭായ് ആശുപത്രിയിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ ആണ് കുട്ടികൾ മരിച്ചത്. ഇന്നലെ രാത്രി 10:30-ക്കാണ് അപകടം ഉണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാടെത്തും. രാവിലെ മേപ്പറമ്പിലും വൈകുന്നേരം മാത്തൂരും കൊടുന്തരപ്പള്ളിയിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. ഇരട്ട വോട്ട് വിവാദവും പാലക്കാട് തുടരുകയാണ്. പ്രചാരണത്തിന്റെ അവസാനഘട്ടം തങ്ങളുടേതാക്കി മാറ്റാനുള്ള വലിയ ശ്രമത്തിൽ ആണ് മുന്നണികൾ. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ വ്യക്തത വരുത്താതെ DC ബുക്സ്. നിലപാട് സമൂഹമാധ്യമത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് DC ബുക്സിന്റെ പ്രതികരണം. EP-യെ ന്യായീകരിച്ച് ഇന്നലെ മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു. DC-യെ വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പരാമർശങ്ങൾ നടത്തിയത്. മുനമ്പം സമരം 35-ാം ദിവസത്തിലേക്ക് കടന്നു. മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന സമസ്തയുടെ അവകാശവാദം സമരം കൂടുതൽ സങ്കീർണമാക്കും എന്ന വിലയിരുത്തലിൽ ആണ് സമരസമിതിയുള്ളത്. മുസ്ലിം ലീഗ് അടക്കം ഇതിനെ തള്ളുന്നുണ്ട് എങ്കിലും മുഖ്യമന്ത്രിയുമായി നടക്കാനിരിക്കുന്ന ചർച്ചയ്ക്ക് മുമ്പ് ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിച്ചത് നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നാണ് വിലയിരുത്തൽ. സമസ്തയുടെ അവകാശവാദത്തെ കാത്തലിക് കോൺഗ്രസും തള്ളിയിരുന്നു. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ച വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. നോട്ടീസ് അയക്കാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഏകപക്ഷീയമായ അധികാരം നൽകിയത് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായിരുന്നപ്പോൾ ആണ് എന്ന് മുൻ ചെയർമാൻ TK ഹംസ ആരോപിച്ചു. മുനമ്പം ഭൂമി വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വഖഫ് ബോർഡുകൾക്ക് ലഭിക്കേണ്ട അധികാരം പോലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഏൽപ്പിച്ചതിന് പിന്നിൽ ഉള്ള താൽപര്യം പരിശോധിക്കണം. വഖഫ് ചെയർമാനും ബോർഡിനും ഇടപെടാൻ അധികാരമില്ലായിരുന്നു. മുനമ്പത്ത് സാമ്പത്തിക ശേഷിയുള്ള ഏതാനും പേർക്കാണ് നോട്ടീസ് അയച്ചത്. പണക്കാർക്ക് മാത്രം നോട്ടീസ് അയച്ചതിന് പിന്നിൽ ഉള്ള താൽപര്യം പരിശോധിക്കണം. തന്റെ പേര് വിവാദത്തിലേക്ക് വെറുതെ വലിച്ചിഴച്ചു എന്നും TK ഹംസ. മണ്ഡല ഉത്സവകാലത്തിന് ശബരിമലയിൽ തുടക്കമായി. വൃശ്ചിക പുലരിയിൽ അയ്യനെ കണ്ടു തൊഴാൻ 10,000-ങ്ങൾ ആണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 3 മണിക്ക് പുതിയ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. ഇന്നലെ വൈകിട്ട് 4-ന് നട തുറന്ന ശേഷം 30,000-ൽ അധികം പേരാണ് ഇതുവരെ ദർശനം നടത്തിയത്. പാണ്ഡിത്യത്തെക്കാൾ ഭക്തിയാണ് തന്നെ നയിക്കുന്നത് എന്ന് ശബരിമലയിൽ മേൽശാന്തിയായി അഭിഷിക്തനായ അരുൺകുമാർ നമ്പൂതിരി. മേൽശാന്തിയായി അഭിഷേകം ചെയ്യുന്ന സമയത്ത് അയ്യപ്പനാണ് മനസ്സിൽ തെളിഞ്ഞത് എന്നും അദ്ദേഹം ന്യൂസ് 18-നോട് പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണി. സ്വതന്ത്ര ശുചീകരണ തൊഴിലാളികൾ ആണ് ഭീഷണി മുഴക്കി നഗരസഭ കവാടത്തിന് മുകളിൽ കയറിയത്. തൊഴിൽ നിഷേധിക്കുന്നുവെന്നാണ് ആരോപണം. നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ചു. തിരുവനന്തപുരം ഐരൂപ്പാറ രാമപുരത്തുചിറ ശിവം വീട്ടിൽ അമ്മു A സജീവ് ആണ് മരിച്ചത്. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. പത്തനംതിട്ടയിലെ സ്വകാര്യ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് അമ്മു വീണത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും രക്ഷിക്കാനായില്ല. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുകയെന്നും മുന്നറിയിപ്പുണ്ട്. 3 ജില്ലകളിലും 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ 3ഇടങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി ചൊക്രമുടിയിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ഭൂമിയിൽ സർവേ പൂർത്തിയായി. 1 മാസം മുമ്പാണ് ചൊക്രമുടിയിലെ വിവാദ ഭൂമി അളന്ന് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ ഇടുക്കി സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ സർവേ പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശം എങ്കിലും സർവേ വിഭാഗം കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു. ഇനി ദേശീയ വാർത്തകൾ നോക്കാം.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ജാർഖണ്ഡിൽ എത്തിയ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിന് അനുമതി വൈകിയതിൽ പ്രതിഷേധം കടുപ്പിച്ച് ഇന്ത്യ മുന്നണി. സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് ഫ്ലൈ സോൺ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ആണ് ATC അനുമതി വൈകിയത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ജാർഖണ്ഡിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവും ആദിവാസി ഭൂമി കയ്യേറ്റവും ആവർത്തിച്ചുന്നയിച്ച് BJP. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ JMMനുള്ള ശക്തി ചോർത്തുകയാണ് ലക്ഷ്യം. അതിർത്തി സംരക്ഷണത്തിലെ കേന്ദ്ര സർക്കാർ വീഴ്ച സംസ്ഥാന സർക്കാരിനുമേൽ കെട്ടിവെക്കാനുള്ള ശ്രമം വിലപ്പോവില്ല എന്ന മറുപടിയാണ് JMM നൽകുന്നത്. ജനങ്ങളെ വിഭജിക്കാനാണ് BJP മുന്നണി ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജാർഖണ്ഡിൽ ബംഗ്ലാദേശ് കുടിയേറ്റത്തെക്കുറിച്ചുള്ള BJPയുടെ ആവർത്തിച്ചുള്ള ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് നയിക്കുന്ന മുന്നണി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്നും KC വേണുഗോപാൽ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ പരിഹാസവുമായി BJP നേതാവ് അമർ കുമാർ ബൗരി. രാഹുൽ ഗാന്ധിയെ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്നാണ് ബൗരി വിശേഷിപ്പിച്ചത്. രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് എത്തുന്ന സ്ഥലത്തെല്ലാം താമര വിരിയുമെന്നും ബൗരി പറഞ്ഞു. മഹായുതി ജയിച്ചാൽ ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കില്ല എന്ന പ്രചാരണവുമായി ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ വിഭാഗം. ശിവസേന ശക്തി കേന്ദ്രങ്ങളിൽ ആണ് ഈ പ്രചാരണം ശക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും എന്നാണ് BJPയുടെ മറുപടി. ശിവസേന ഉദ്ധവ് വിഭാഗത്തിനായി മഹായുതിയുടെ വാതിൽ തുറന്നിട്ടില്ലെന്ന് ദേവേന്ദ്ര ഫട്നാവിസ്. 2019 രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാമെന്ന പാഠം പഠിച്ചു. ഇനി ഉദ്ധവിനെ ആവശ്യമില്ല എന്നും ജനങ്ങൾ മഹായുതിക്ക് വലിയ ഭൂരിപക്ഷം നൽകുമെന്നും ഫട്നാവിസ്. യോഗി ആദിത്യനാഥ് ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ തെറ്റൊന്നും കാണുന്നില്ല എന്നും രാജ്യം വിവിധ ജാതികളായി ഭിന്നിച്ചു നിന്നപ്പോഴെല്ലാം അപകടത്തിലായിട്ടുണ്ട് എന്നും ഫട്നാവിസ് പറഞ്ഞു. കോൺഗ്രസിനും ശിവസേനയ്ക്കും NCPക്കും ഏതെങ്കിലും വിഷയത്തിൽ പൊതു അഭിപ്രായം ഉണ്ടോ എന്ന ചോദ്യവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മഹായുതി സഖ്യത്തിൽ പൂർണ്ണ ഐക്യം ഉണ്ട് എന്ന് ഗഡ്കരി ന്യൂസ് 18നോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ എത്തിയതിനേക്കാൾ കൂടുതൽ ആളുകൾ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ എത്തിയെന്ന് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മഹായുതിയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമാണ് എന്നും മഹാവികാസ് അഘാഡി ഐക്യത്തോടെയാണ് നീങ്ങുന്നത് എന്നും ചെന്നിത്തല. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും സമ്പന്നനായ സ്ഥാനാർത്ഥിയാണ് പരാഗ് ഷാ. 3382 കോടി രൂപയാണ് BJPയുടെ ഖഡ്കോപ്പർ ഈസ്റ്റിലെ സ്ഥാനാർത്ഥിയുടെ ആസ്തി. BJPയുടെ മലബാർ ഹില്ലിലെ സ്ഥാനാർത്ഥി മംഗൾ പ്രഭാത് ലോധിയാണ് പട്ടികയിൽ രണ്ടാമത്. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നൈജീരിയ, ഗയാന എന്നീ രാജ്യങ്ങളും മോദി സന്ദർശിക്കും. 17 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിൽ എത്തുന്നത്. തിഹാർ ജയിലിൽ അഫ്താബ് പൂനാവാലയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ബാബ സിദ്ദിഖി വധക്കേസിൽ അറസ്റ്റിലായ ശിവകുമാർ ഗൗതത്തിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് നടപടി. ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന്റെ പുതിയ ലക്ഷ്യം ഇയാൾ ആണ് എന്നും അഭ്യൂഹമുണ്ട്. ശ്രദ്ധാ വാക്കർ വധക്കേസിൽ ജൂലൈ 23-ന് സാകേത് ജില്ലാ കോടതി അഫ്താബിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തീവ്രവാദ ഗൂഢാലോചന കേസിൽ ബംഗ്ലാദേശ് പൗരന് 5 വർഷം തടവ്. കൊൽക്കത്തയിലെ NIA പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. നിരോധിത ഭീകര സംഘടനയായ ജമാഅത്ത് ഉൽ മുജാഹിദീൻ ബംഗ്ലാദേശ് അംഗമാണ് പ്രതിയായ റബി ഉൽ ഇസ്ലാം. ഗുജറാത്തിൽ ഭൂചലനം, ആളപായം ഇല്ല. വടക്കൻ ഗുജറാത്തിലെ പട്ടാൻ ജില്ലയിൽ ആണ് ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 4.2 രേഖപ്പെടുത്തി. ഇനി കായിക വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പര ഇന്ത്യക്ക്. ജോഹന്നാസ്ബർഗിൽ നടന്ന 4ാം മത്സരത്തിൽ 135 റൺസിന്റെ വിജയം നേടിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്.
പരമ്പരയിലെ 2ാം സെഞ്ചുറി നേടിയ സഞ്ജു സാംസന്റെയും തിലക് വർമ്മയുടെയും പ്രകടനമാണ് ഇന്ത്യയെ പരമ്പര നേട്ടത്തിൽ എത്തിച്ചത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകും.